നമസ്കാരം, ഞാൻ ശശി. നീ നോക്കിയാലും ഞാൻ നോക്കിയാലും ഒന്ന് തന്നെ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ നമ്മുടെ കൂടെ നിൽക്കുന്നത് സുഗണൻ കാട്ടാക്കടയാണ്. സുഗണൻ, നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ സുഗണൻ. സുഗുണൻ, താങ്കൾക്ക് ഈ പേരാരായിട്ടത്? അച്ഛനും അമ്മയും അല്ലാതെ. താങ്കൾക്ക് ഈ പരിപാടിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ലൊരു പ്രോഗ്രാം എന്ന് ആരും പറയില്ല. ഈ പ്രോഗ്രാമിന്റെ സത്യസന്ധത നിറഞ്ഞ റിവ്യൂ പറഞ്ഞതിന് നന്ദി. സുഗുണൻ, താങ്കളുടെ വീട് എവിടെയാണ്? അതല്ലേ താങ്കൾ ആദ്യമേ പറഞ്ഞത്, സുഗുണൻ കാട്ടാക്കടയെന്ന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകും. ഒരു മിനിറ്റ് താങ്കൾക്കൊന്ന് ഇപ്പുറത്തിരിക്കാമോ? ഓഫ് കോഴ്സ്. നമസ്കാരം, താങ്കളുടെ പേരെന്താണ്? ശശ്. സുഗുണൻ, സോറി, ഞാൻ ഒരു മിനിറ്റ് ഒന്ന് മറന്നുപോയി. സുഗുണൻ, താങ്കളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും അച്ഛനും അമ്മയും ഭാര്യയും 2 മക്കളും. സുഗുണൻ, താങ്കളുടെ പണി എന്താണ്? പെയിന്ററാണ്, പക്ഷെ ഇപ്പൊ പണിക്ക് പോകുന്നില്ല. കാരണം എന്താണ്, പറയൂ. ഞാനൊരു വീട്ടിൽ പെയിന്റ് അടിക്കാൻ പോയിരുന്നു. സുഗുണൻ, താങ്കൾ പെയിന്റ് അടിക്കാനല്ലേ പോയത്, പിന്നെ എന്തിനാണ് പുറത്താക്കിയത്? എന്റെ മേശരി പറഞ്ഞു അവിടെ ഇരിക്കുന്ന പഴയ സാധനത്തിലൊക്കെ പെയിന്റ് അടിക്കാൻ. അത് നല്ല കാര്യമല്ലേ. അത് പോട്ടെ, താങ്കൾ ഏത് വസ്തുവിനാണ് പെയിന്റ് അടിച്ചത്? ഞാൻ വീട്ടിൽ പോയപ്പോൾ അവിടെ പഴയതായിട്ട് കണ്ടത് അവിടുത്തെ അമ്മമ്മയാണ്. അവരെ പെയിന്റ് അടിച്ചു വെച്ചു, അതുകൊണ്ട് മേശരി എന്നെ പുറത്താക്കി. താങ്കൾക്ക് അറിയാമോ, എന്നെ 2 മാസം ജയിലിൽ പിടിച്ചിട്ട്. അതെന്തിനാ? ഒരു ഓണത്തിന് കുടമണ്ടി മത്സരത്തിൽ കല ഏതാ തല ഏതാന്ന് അറിയാതെ ഒരുത്തന്റെ തല അടിച്ചങ്ങോട്ടിച്ചു, അതുകൊണ്ട് എന്നെ പിടിച്ചോണ്ടുപോയി. സുഗുണൻ, താങ്കളുടെ ഇത്രയും നേരത്തെ വിലപ്പെട്ട സമയം കളഞ്ഞതിന് നന്ദി. അതെന്തോന്ന് പരിപാടി? അതാണ് ഈ പരിപാടി. നീ നോക്കിയാലും ഞാൻ നോക്കിയാലും ഒന്നും